ഞാനങ്ങനെ അന്യഭാഷാ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളല്ല. എന്നാൽ സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഹൈപ്പ് കാരണവും നായകന്റെ ആ ലുക്ക് കാരണവും ഈ പടം തിയേറ്ററിൽ കാണാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ സിനിമ തുടങ്ങി ആദ്യം തന്നെ സ്ക്രീനിൽ വരുന്നത് നമ്മൾ പോസ്റ്ററിൽ കണ്ട സൂര്യയല്ല. ഓക്കെ, അതെന്തായാലും നന്നായി. ദേ ആർ ഗിവിംഗ് സംതിങ് ഡിഫറെന്റ്. അങ്ങനെ ഈ കഥാപാത്രം തന്റെ ചേട്ടനായ അണ്ടർവേൾഡ് ഡോണിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങുകയാണ്. കുറച്ച് ബിൽഡപ്പുകൾക്ക് ശേഷം അങ്ങനെ നമ്മുടെ നായകന്റെ എൻട്രി, കൂടെ നായകന്റെ ഗ്യാങ്ങിനെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ അവർ അവരുടെ കട്ടപ്പഞ്ചായത്തും അധോലോകവും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്നോളണം, ഇതിന്റെ അപ്പുറം കയറി കളിക്കരുത് എന്ന് പറഞ്ഞ് വില്ലന്റെ എൻട്രി. ഇത് കേട്ട് ഈഗോ അടിച്ച് വില്ലൻ പറഞ്ഞ ഡയലോഗ് ഒരു രാത്രി മൊത്തം പറഞ്ഞ് നേരം വെളുപ്പിച്ച നായകന്റെ കൂട്ടുകാരനും അവനെ സമാധാനിപ്പിക്കാൻ പിറ്റേന്ന് രാവിലെ അവന്റെ അടുത്തേക്ക് പോകുന്ന നായകനും തൂക്കൽ സ്പെഷ്യലിസ്റ്റായ തന്റെ ചങ്ങാതി ആ ബഡാഡോണിനെയും തൂക്കിയിട്ടുണ്ടെന്ന് നായകന്റെ ചങ്ങാതി തിരിച്ചറിയുന്ന ആ ഒരു സീൻ അടിപൊളിയായിരുന്നു. സൈഡിൽ കൂടെ നായിക വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ നായകൻ എടുക്കുന്ന ഫോറിൻ ട്രിപ്പ് പോയപ്പോൾ അവിടെ വെച്ച് അറ്റാക്ക് ചെയ്യപ്പെടുകയും തിരിച്ച് നാട്ടിൽ വന്ന് നോക്കിയപ്പോൾ തന്റെ കൂട്ടുകാരൻ മരണപ്പെട്ട് കിടക്കുന്നതായും കാണുന്നു. അതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന നായകനെ കൂടെയുള്ളവൻ തന്നെ വെടിവെച്ച് വെള്ളത്തിലേക്ക് വീഴ്ത്തുന്നു. ബൈ ദ വേ, എവിടെയായിരിക്കും വെടികൊണ്ടത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സിനിമകളിൽ നായകന്മാർക്ക് വെടികൊള്ളണം, എന്നാൽ മരിക്കാനും പാടില്ല എന്നുള്ള സാഹചര്യത്തിൽ വെടികൊള്ളുന്ന ഒരു പ്രത്യേക സ്പോട്ട് ഉണ്ട്, നെഞ്ചിനു മേലെ ഷോൾഡറിന് കീഴെ. ഇതിലും അവിടെ തന്നെയാണ് വെടികൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കഥകളൊക്കെ അറിഞ്ഞ നായകന്റെ നായകനെ കൊന്ന ഗുണ്ട സ്പോട്ട് ചെയ്യുകയും ഇനി ഇവനെയായിട്ട് ബാക്കി വെക്കണ്ട എന്ന് കരുതി കൊല്ലാൻ തുനിയുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ വെച്ചാണ് ആ സീൻ, ആ മാസ് ട്രാൻസ്ഫോർമേഷൻ, കൂടെ യുവൻ ശങ്കർ രാജയുടെ ആ ഇലക്ട്രിഫൈങ് BGM അതൊരു ഒന്നൊന്നര പൊളിയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഒരു മാക്സിമം ഹൈ തന്നിട്ട് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുകയാണ്. ഇനി സെക്കൻഡ് ഹാഫ്. അൺഫോർച്ചുനേറ്റ്ലി സെക്കൻഡ് ഹാഫിനെ പറ്റി ഒന്നും പറയാനില്ല. അത്രയും വലിയ ഹൈപ്പിൽ വന്ന ആ പടം പരാജയപ്പെടാൻ തന്നെ കാരണം അതിന്റെ സെക്കൻഡ് ഹാഫ് ആയിരുന്നു. നമ്മുടെ മലയാളത്തിലെ ദിലീപിന്റെ ഡോൺ എന്ന സിനിമയുടെ സെക്കൻഡ് ഹാഫുമായി ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിനും വലിയൊരു സാമ്യതയുണ്ട്. ഡോൺ എന്ന സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്തായിരുന്നു? നായകൻ ജയിലിൽ നിന്നിറങ്ങുന്നു, ഒരു വില്ലനെ കൊല്ലുന്നു, തിരിച്ച് ജയിലിലേക്ക് കയറുന്നു. ഇത് തന്നെ 3-4 ആവർത്തി കാണിക്കുകയാണ് സെക്കൻഡ് ഹാഫിൽ. മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അതേപോലെ നായകൻ തന്നെ ചതിച്ച ഒരാൾ തിരിച്ചറിയുന്നു, കൊല്ലുന്നു, ചതിച്ച അടുത്ത ആൾ തിരിച്ചറിയുന്നു, കൊല്ലുന്നു. അങ്ങനെ ഈ സെയിം കാര്യം തന്നെ 3-4 വട്ടം റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ. ക്ലൈമാക്സിലും പ്രത്യേകിച്ച് ഹൈ മൊമെന്റുകൾ ഒന്നുമില്ല. ആകെ മൊത്തം പറഞ്ഞാൽ ഇഹലോക ഹൈപ്പുള്ള ഒരു പടത്തിന് കയറിയിട്ട് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഒന്നുമില്ലാതെ ഇറങ്ങി വരേണ്ടി വന്നു. പടം മോശമായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് രജനിക്ക് ഭാഷ എന്തായിരുന്നോ അതായിരിക്കും സൂര്യക്ക് അഞ്ചാൻ എന്നൊക്കെ ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിരുന്നു. ഇതും പ്രതീക്ഷിച്ചു പോയി കണ്ടതിൽ ഒരു വിഷമം മാത്രം.